തിരിച്ച് കഅബയിലേക്ക് തെറ്റിച്ച ഒരു മാസമാണ് ഈ ശഅബാൻ മാസം. മാത്രമല്ല അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ധാരാളമായി സ്വലാത്ത് ചൊല്ലാൻ അവിടുന്ന് അല്ലാഹു ആയത്ത് ഇറക്കിയ ഒരു മാസമാണ്. മാത്രമല്ല സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, ഈ മാസത്തിൽ, ഈ ശഅബാൻ മാസത്തിൽ നാം ധാരാളമായ സ്വലാത്ത് ചൊല്ലുമ്പോൾ നമ്മുടെ എത്രയോ പാപങ്ങളൊന്ന് പൊറുത്തു മാപ്പാക്കുകയാ. മാത്രമല്ല നമുക്ക് വരുന്ന ആപത്തുകളൊന്ന് കഥാ ദൂരത്താക്കുകയാ. റഹ്മത്തിന്റെ വാതിലൊന്ന് തുറന്നു തരികയാ. മാത്രമല്ല പ്രിയപ്പെട്ട മുത്തുമോമിനീങ്ങളെ, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ അതിന്റെ മഹത്വം പറഞ്ഞു. സ്വലാത്ത് ചൊല്ലിയാൽ എന്തും നമുക്ക് നേടിയെടുക്കാം. ഇന്നത്തെ കാലഘട്ടത്തിൽ എവിടെയാണ് ശൈഖ്, എവിടെയാണ് ഞാൻ ആരെയാണ് പിൻപറ്റേണ്ടതെന്ന് പറഞ്ഞു ആരെടുത്തും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു തന്നതോ, നിങ്ങൾ ധാരാളമായ സ്വലാത്ത് ചൊല്ലിയാൽ പടച്ച റബ്ബേ അതാണ് നിങ്ങളെ വലിയൊരു ശൈഖ് എന്ന് ബഹുമാനപ്പെട്ട ഗസ്സാലി ഇമാം പഠിപ്പിക്കുമ്പോ ഇപ്പം മുക്കുമൂലയിലെല്ലാം കാണാം ഒരുപാട് ശൈഖന്മാരെയും. ഓ മോമിനീങ്ങളെ, എല്ലാ ശൈഖന്മാരും പിടിച്ചതിന്റെ പിന്നാലെ പോകണ്ട, ആഖിറം നഷ്ടപ്പെട്ടു പോകും. ഞാൻ ചുരുക്കട്ടെ മോമിനീങ്ങളെ, മറ്റൊരു വിഷയം എന്താ, ഈ ശഅബാൻ മാസത്തിൽ നാം ചെയ്യേണ്ട, നാം അതാ പ്രവർത്തിക്കേണ്ട മറ്റൊരു കാര്യമെന്താ, അതാ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന് സ്വഹാബത്ത് അന്ന് സ്വഹാബത്ത് ശഅബാൻ മാസം അടുത്തു വന്നാൽ അവരതാ ഡ്യൂട്ടികളൊക്കെ അങ്ങ് ബാക്കോട്ട് ഇങ്ങനെ വെക്കുകയാ. അവരതാ മുസ്ഹഫുമായി ജോലിയാവുകയാണ്. വിശുദ്ധ ഖുർആൻ ധാരാളമായി ഓതുകയാണ്. ഓ മുഅ്മിനീങ്ങളെ, അനസ് റളിയല്ലാഹു അൻഹു മറ്റുള്ള ഇമാമികളും പിന്നെയും പറയുന്നു, ഈ ശഅബാൻ മാസം എന്നുള്ളത് ശഹ്റുൽ ഖുർആൻ